അസ്സലാമലൈക്കും, നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? ഇപ്പം നമ്മളിന്നൊരു ചായക്ക് കടി ഉണ്ടാക്കുക കേട്ടോ, മൈദപ്പൊടി കൊണ്ടാണ്. ഇപ്പോൾ കറണ്ടൊന്നുമില്ല ഇനി മക്കളെ. അപ്പോൾ നമ്മൾ ലേശം മൈദപ്പൊടി എടുത്ത് ഒരു എന്താ പറയുക, ഒരു ദോശ പോലെ, ദോശയല്ല പത്തിരി പോലെ ഉണ്ടാക്കുന്നുണ്ട്. കനല്ലാതെ ദോശ നമ്മൾ കലക്കി ചൂടണ്ട, അങ്ങനെയല്ല, നമ്മൾ പത്തിരിയായിട്ട് കനല്ലാതെ പറ്റി ചൂടുക. നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് എന്തെങ്കിലും ഒരു കറിയോ, ഇറച്ചി ഉണ്ടാകുമല്ലോ എല്ലാവരും വീട്ടിലും, ഇറച്ചിക്കറിയോ ഇറച്ചി വരട്ടിയതോ എന്ത് കൂട്ടി കഴിക്കാൻ പറ്റണ ഒരു അടിപൊളി ഒരു പിന്നെ എന്താണ് കനല്ലാത്ത ഒരു പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ. നമുക്കെന്നും കറണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ മൈദ ഉണ്ടെങ്കിൽ നമുക്ക് അധികം ചിലവൊന്നുമില്ലാതെ തോനെ എണ്ണയിൽ പൊരിച്ചെടുക്കാത്ത ഒരു കടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലേശം പൊടി എടുത്തിട്ടുണ്ട്. അത് പൊടി അളവൊന്നും പറയുന്നില്ല, ആവശ്യത്തിന് എടുക്കുക. ഓരോരുത്തരും ആവശ്യത്തിന് എടുക്കുക, എത്ര വേണ്ടി വെച്ചാൽ ആൾക്കനുസരിച്ച് എടുക്കുക. അപ്പോൾ അതിക്ക് ചുടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇനി അതൊന്ന് നമുക്ക് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലോണം കുഴച്ചെടുക്കണം. നല്ല ചൂടാണ്, അപ്പോൾ ഇങ്ങനെ ചൂട് കുറച്ച് കുറയുമ്പോൾ നല്ലോണമാണ് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ, അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നിങ്ങൾ കയ്യുമ്പോൾ ഒരു കറുപ്പ് കളർ കാണുന്നില്ലേ, അത് പൊള്ളിയതാട്ടോ, കരിയാന്നൊന്നും വിചാരിക്കണ്ട. കുക്കർമ തട്ടിപ്പോയതാ. ഇത് കണ്ടില്ലേ, ഇതണ്ട കാണുന്നുണ്ട്, ഇതാ ഇതണ്ട, കുക്കർമ തട്ടി പൊള്ളിയതാണേ. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞ എന്താ വെച്ചാൽ, കൈ കൊണ്ടാണോ താത്ത കുഴക്കണമെന്ന് ചോദിക്കണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ പത്തിരി ഉണ്ടാക്കണ അതേമാതിരി തന്നെ, നമ്മൾ കനല്ലാത്ത പത്തിരി ഇടൂലേ അതുപോലെ വെള്ളം പാകത്തിനാവണമെന്ന് മാത്രം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കുക. അപ്പോളേ നമ്മൾ പരത്താൻ നോക്കണേ, ഇങ്ങനെ ഒരു ഇത് എടുക്കുക. അത് വെളിച്ചെണ്ണേൻ്റെ കവറാട്ടോ. നമ്മൾ ആ കൗണ്ടർ ടോപ്പുമ്മ വെച്ച് ഈ പ്ലാസ്റ്റിക് അയിമ പരത്തിയാലും മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ദിമലായാൽ ഒട്ടൂല, അതിന് വേണ്ടിയിട്ടാണ് ദിമ ഉണ്ടാക്കുക. ഇങ്ങനെയാണ് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തി ചൂടും പോലെ തന്നെ, ചപ്പാത്തിക്കൊക്കെ വയ്ക്കും പോലെ ഇങ്ങനെ പരത്തി കനല്ലാതെ എടുക്കുക. എന്നിട്ട് ലേശം എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ടാണ് ചുട്ടെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. എന്തെങ്കിലും ഒരു കറി ഉണ്ടായാൽ കുട്ടികളൊക്കെ എല്ലാം തിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ കറണ്ടൊക്കെ എപ്പോഴും നമുക്ക് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഉണ്ടാവില്ലല്ലോ. ഇനി കറണ്ട് ഉണ്ടെങ്കിലും അരിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ പരത്തി കഴിഞ്ഞ് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചാണ് കേട്ടോ. ഇനി അതിൽ ലേശം എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ചുട്ടാണ്ട് എടുത്താൽ മതി. അപ്പോൾ അതാ എണ്ണ കുറേശ്ശെ ഒഴിക്കുക, അങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തുണീൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെയൊക്കെ ബ്രഷ് ഉണ്ടാവില്ലേ, നമ്മളെ അടുത്ത് ഉണ്ടെങ്കിൽ കേടായിപ്പോയിട്ടോ, വേറെ വാങ്ങിയിട്ടാണ്. ഇപ്പോൾ അങ്ങനെ കണ്ടില്ല, തീരെ കനല്ല. ഇതുപോലെ ചുട്ടെടുക്കുക. ഒന്നുങ്ങൾക്ക് ചുട്ട് കാണിച്ചു തരാം. അതൊന്നാകുമ്പോഴത്തേന് അടുത്ത് പരത്തുക, ഇതിങ്ങനെ ചുട്ട് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, പിന്നെ പണിയൊന്നുമില്ല. ഇതുപോലൊക്കെ ഉണ്ടാക്കുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ കേട്ടോ, ചെയ്തവർ എന്തോ ഒരാളറിയാതെ നെക്കി പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കനൊന്നുണ്ട് അമർത്തുക. നമ്മളേതായാലും കാണാതെടുക്കുമല്ലോ ഫോണ്. അപ്പോൾ മടിക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വേണ്ട കുറേശ്ശെ അങ്ങനെ പൊള്ളി വരുന്നുണ്ട്. അങ്ങനെ ചട്ടകം വെച്ചൊന്നുണ്ട് അമർത്തി കൊടുത്താൽ മതി, എന്നാൽ പൊള്ളിക്കോളും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കട്ടെ എല്ലാം. അപ്പം അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഇങ്ങനെ എന്താ ഇപ്പോൾ പറയുക, തുണി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ബ്രഷാണെങ്കിൽ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ അതാ നമുക്ക് ഇറച്ചിക്കറി ഉണ്ട് കേട്ടോ. തോന കറിയല്ലാതെ തന്നെ ഇതുപോലെയാണ് വെച്ച്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ വെച്ചാട്ടോ, ഇപ്പോൾ വെച്ചതൊന്നുമല്ല. ഇപ്പോൾ രാവിലെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് നിൽക്കണ്. ഇന്നലെ വെച്ച കറി ഒന്നും കൂടി വറവിട്ടെടുത്താൽ, ഇന്നലെ വറവൊന്നും ഇട്ടിട്ടില്ല ഇനിയൊക്കെ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് നമ്മളെ എന്താണ് മൈദപ്പത്തിരി വേണ്ട കനല്ലാതെ. ഇതിക്കിപ്പോൾ ഇറച്ചിക്കറി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഉള്ളതുകൊണ്ട് ആ കറി ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇതിക്ക് കിഴങ്ങ് കറിയോ ചട്ടിനിയോ എന്തായാലും മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും കൂടിയും പറയുകയാണെങ്കിൽ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.